ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഹലോ. നമ്മൾ കുറെ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുണ്ട്. ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് വരാനായിട്ട് ഒരു പ്രത്യേക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. അത് തന്നെയാണ് കാരണം, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ലോങ് വീഡിയോ എടുക്കാൻ പറ്റണ ഒരു ഇതല്ലായിരുന്നു. അതെ, എല്ലാം ഇപ്പൊ ഷോർട്സിലോട്ടാണ് നമുക്ക് വന്നത്. അതെ, ഷോർട്സ് എനിക്ക് വന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഷോർട്സ് എടുക്കുകയാണ്. ഇന്ന് എന്റെ എല്ലാ കഴിവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മീനുകളെല്ലാം പേരോട് തയ്യാറായി നിൽക്കുകയാണ്. എന്നെ അങ്ങോട്ട് ശരിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിന്ന് നമ്മുടെ ഷോർട്സിൽ ഇന്നലെ ഇട്ട ഷോർട്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ വരാപ്പുഴ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ പോയി വന്ന വഴി ആദ്യമായിട്ട് വരാപ്പുഴ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. മീൻ കണ്ടിട്ടില്ല, എനിക്ക് എന്തൊക്കെ കാണിക്കണമെന്ന് അറിയാൻ പാടില്ല. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയുള്ള. അപ്പം ഇപ്പം കുറേ പേര് ചോദിക്കണ്ടാവും കേട്ടോ, ശാന്തിക്കാരുടെ ഭാര്യയായിട്ട് ഇത്രയും മീനിനോട് എന്താണെന്ന്. പക്ഷെ നമ്മൾ ചെറുതിലേ മുതൽ ഈ മീൻ കഴിച്ചല്ലേ വളർന്നേക്കണത്. അതുകൊണ്ട് നമുക്ക് മീനോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ തുഞ്ചേട്ടനാണെങ്കിലും പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരാളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാള് സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട കാര്യം. ഇംഗ്ലീഷ് ഇവിടെ നിന്ന് നോക്കി പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ നാടൻ ഭാഷയല്ലേ വരുള്ളൂ, വരൂല പെട്ടെന്ന്. ഇടക്കിടക്ക് വെള്ളിയും പാത്രവും സ്വർണവും എല്ലാം. ഇന്നത്തെ മീൻവെട്ടലിൽ എന്നെ സഹായിയായിട്ട് നിക്കണ ആൾക്ക് ഞാൻ ഇന്ന് പൈസ കൊടുത്താണ്. പൈസ എടുത്തിറക്കിയാങ്ങ ഇറക്കിയേക്കാണ് ഗൈസ്. ഒന്നും പറയാനില്ല, പൈസ എല്ലാത്തിനും പൈസ. എന്ത് ചെയ്യണമെങ്കിലും പൈസ. ഇവന് ഒരു സേവിങ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിദേശ നാടുകളിലൊക്കെ അവരവരുടെ മക്കൾക്ക് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കും. എന്നിട്ട് അവരതിൽ നിന്ന് സേവ് ചെയ്യും. എന്നിട്ട് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ഞാൻ സുധുവിനോട് പറഞ്ഞതിന് ശേഷം സുധു പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും ഇനിയിപ്പോൾ ചെയ്ത് തന്നെ ജോലിക്കൊക്കെ ചെറിയ ചിലപ്പോൾ 1 രൂപയായിരിക്കും 2 രൂപയായിരിക്കും, അത് വെച്ച് അവൻ കൂട്ടിയിട്ട് അവൻ എന്താണ്ടൊക്കെ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാം അവൻ എന്തൊക്കെ കാണിക്കാൻ പോണെന്ന്. അപ്പം ഇന്നത്തെ താരങ്ങൾ നമ്മുടെ പൂളാന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പൈത്തീന്നും പൂളാനൊക്കെ പറയും. ഞാനിവിടെ നമ്മുടെ ഇവിടെയൊക്കെ പൂളാനൊക്കെ തന്നെയാണ് പറയണത്. ഇതെൻ്റെ ഫേവറേറ്റ് മീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. നമുക്ക് ചീനവല ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടമാതിരി കിട്ടുമായിരുന്നു. അപ്പോൾ കറി വെച്ചും വറുത്തൊക്കെ നമ്മൾ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പൂളാന് മേടിച്ചിട്ടുണ്ട്. നല്ല പെടക്കണുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് മേടിച്ചാണ്. ഇപ്പം വൈകുന്നേരമായി. വെച്ചേക്കണായിരുന്നു. ഇന്നിപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടായില്ല. വെള്ളത്തിലിട്ട ഓടുമെന്നാണ് അങ്ങനെ പലതും ഞാൻ ചോദിക്കും. ഇവന് ഇച്ചിരി നാക്ക് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പം. പിന്നെ നമ്മുടെ കരിമീൻ ജീവനുണ്ട്. ഇപ്പൊ പെടക്കണാണ്. പെടച്ചിട്ട് ഇപ്പൊ ഒരെണ്ണം അപ്പുറത്തോട്ട് ചാടിപ്പെടുത്ത് തോട്ടിലോട്ട് പോയി. ഭയങ്കര നാക്കാണ്. ഭയങ്കര നാക്കാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറയുമ്പോഴേക്കും പിന്നെ നാക്കൊന്നും ഉണ്ടാവൂല കേട്ടോ. അപ്പൊ എനിക്കായിരിക്കും നാക്ക്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇതിന്ന് പറഞ്ഞപ്പോ ചാടി അക്കോർത്തി കിടക്കണ്ട്. മാന്തേലി പേരെന്തു ചാടുന്ന അറിയൂല. ഇനി ഇത് വെച്ചുള്ള അംഗമാണ് ഇന്ന് ഇവിടെ കാണണം. ഇതിന്റെ ഇടയ്ക്ക് എനിക്കും പണിയുണ്ടെന്ന്. ഞാൻ സ്ഥിരം കാണുന്ന ഒരു 2-3 പേരുടെ വീഡിയോയില് അവരിങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു മീൻകറി, ഒരു മീൻ വറുക്കാനുള്ള മസാലയും എല്ലാം പരട്ടി വെച്ച് പച്ചക്കറി കാര്യങ്ങളെല്ലാം ഒടിച്ചും പിടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക്, ഒരാഴ്ച ഒന്നും നമ്മളെ നാടൻ ആൾക്കാർക്കൊന്നും അതൊന്നും പറ്റൂലായിരിക്കാം. പുറത്തോട്ടൊക്കെ പോയാൽ ചിലപ്പോ ഞാനും അങ്ങനെയൊക്കെ തന്നെ ചുമയാണ്. അപ്പൊ ഇല്ലേ, നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. അപ്പൊ സെറ്റ് ചെയ്യുമ്പോ ഇത് തേച്ചാണല്ലോ, തേച്ച് കളിപ്പിക്കണം. ഞാനിങ്ങനെ വെട്ടിയിട്ട് കൊടുക്കും. നോക്കി, ഇതിങ്ങനെ ഞാനിങ്ങനെ വെട്ടിയിട്ട് കൊടുക്കും. അവൻ കല്ലിൽ തേക്കും. കല്ലിന്റെ അരികെ തന്നെ ഇന്നത്തെ ഒരു തേപ്പാവൂല. 1, 2, 3, 4. അയ്യോ എന്നെ തേപ്പുകാരാക്കാൻ നോക്കേണ്. അപ്പൊ സുധുദേ വളയം തേക്കും. ഇത് വശത്തേക്കണ്ട, ഇത് ഞാൻ വിളിച്ചെടുത്തോളാം കേട്ടോ. അമ്മ വിളിച്ച് അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നിട്ട് ഇത്രയും നേരം. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഇതിന്റെ ഫസ്റ്റ് ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കൊരു ലോങ് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അപ്പോഴും ചേട്ടൻ പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തിട്ട് കുറെ നാളായി ലോങ് വീഡിയോ എടുത്തിട്ടുണ്ടൊക്കെ. നമുക്ക് എന്തായാലും ഇനി സമയം കളയാതെ വലിച്ച് പോലുള്ള നമുക്ക് എന്തായാലും നമ്മുടെ 2 ദിവസത്തേക്കുള്ള മീൻകറി തയ്യാറാക്കല്, മീൽ പ്രിപ്പറേഷൻ ഒന്നും അല്ലെങ്കിലും നമുക്ക് 2 ദിവസം അതെന്തായാലും പുറത്തുള്ളവർക്കൊക്കെ വലിയ ഉപകാരമുണ്ട് അങ്ങനെ ചെയ്യണത്. ഞാൻ കാണുന്ന വീഡിയോസിലുള്ളവരൊക്കെ അങ്ങനെ ചെയ്ത് വെക്കണോണ്ട് അവർക്ക് വലിയ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സമയവും അടുക്കളയിൽ ചിലവാക്കി തീരൂല്ല.
കുറേ സമയം നമുക്ക് എന്താണ് നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇംഗ്ലീഷ് ഇത് പറയായിട്ടില്ല വന്നത്, പക്ഷെ വന്നില്ല അതങ്ങാട് ശരിയായിട്ട്. അപ്പൊ കുറച്ച് നല്ല നല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളും ജോലിയിലും പിള്ളേരുടെ കാര്യങ്ങളിലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യുന്നവർക്ക് നമുക്കിവിടെ സമയമുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇപ്പം നാളെ ജോലിക്ക് പോകണോണ്ട് ഇന്നിപ്പോൾ നമുക്ക് കറിയൊക്കെ വെച്ച് സെറ്റാക്കാം. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാന്ന് പറയണ്ട, വീഡിയോയിലേക്ക് എത്തി വെട്ടിയിട്ട് വരാം. ഹലോ, രണ്ടുപേരും കൂടി കൂട്ടി വെട്ടി. അങ്ങനത്തെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം നേരത്തെ പ്രയത്നത്തോടുകൂടി ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ള പോലെ തന്നെ മീൻ വെട്ടാൻ എനിക്ക് അത്ര സുഖമില്ലാത്തത് കൊണ്ട് കുറച്ചധികം സമയം എടുത്ത് ചേർത്ത് വെക്കണമെങ്കിൽ ഇത്രയും നേരം നല്ല പണിയായിരുന്നു കേട്ടോ. അപ്പൊ ആ പണിയൊക്കെ കഴിഞ്ഞതിന്റെ ആ ഫലം ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കണ കാണുമ്പോ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴാണ് എനിക്ക് നല്ല സന്തോഷം. സുധുന് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. സുധുന് കുളി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അച്ചിങ്ങയും കൂടെ ഒടിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത് എന്താണ്, ഇത് നാഗവല്ലി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പണിയെടുക്കാൻ തുടങ്ങുമ്പോഴും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെ ഇങ്ങനെല്ലാം ഒരാഴ്ചത്തേക്കുള്ളത് തയ്യാറാക്കി വെക്കണവരുടെ ആ മനസ്സന്തോഷം അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി കുറച്ച് പച്ചക്കറിയും കൂടി റെഡിയാക്കി വെക്കണം. കൂർക്ക നന്നാക്കണം എന്നുണ്ട്. പക്ഷെ ഇന്ന് സുധുവിനെ ചിലപ്പോൾ ഇടുന്നെങ്ങാനും ഇറക്കി വിടും. ഇനി പണിയെടുത്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധുവിനാണ് കുറെ സമയം ഇങ്ങനെ പണിയെടുക്കണ കാണുന്നത്. അത്ര നന്നാക്കുമ്പോ ഒരു മോറോന്ത രണ്ട് നടന്ന് നന്നാക്കിക്കോ. പിന്നെ അതല്ല നമുക്ക് ഇന്നത്തെ സിനിമക്ക് പോകണം. നമ്മള് ആട് 3 കാണാനായിട്ട്. അപ്പൊ ഇത് പോകുമ്പോ അമ്മനെ കൊണ്ടുപോണില്ല. അമ്മക്ക് ഇവിടെ കൂർക്ക നാക്കണം, പച്ചക്കറി അരിയണം, ഒരാഴ്ചത്തേക്ക് പണിയൊന്നും എടുക്കരുത്. അതിലുള്ള അമ്മനെ കൊണ്ടുപോകുള്ള കൈസ്. ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലായിടത്തും എങ്ങനെയാണ്. നമുക്കിവിടെ ഒരു സിലിണ്ടർ ഉണ്ട് കേട്ടാ. അപ്പൊ ചേട്ടൻ എന്നോട് പറയണ്ടായിരുന്നു കുറെ പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മളിപ്പോ പോണ വഴിക്കൊക്കെയും പിന്നെ നമ്മുടെ ഓഫീസിലേക്കും എല്ലാവർക്കും ഗ്യാസ് തീർന്നെന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പം എന്തായിരിക്കും മുന്നോട്ടുള്ളതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഒരു കുറ്റി കൂടി ഉണ്ട്, ഒരു കുറ്റി ഇപ്പോൾ വെച്ചേക്കണം. അപ്പം സുനിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു നീ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്ത് നമ്മുടെ അടുപ്പുണ്ട്, അടുപ്പിൽ അരി വെച്ചിട്ട് 2 ദിവസത്തേക്ക് അരി വെച്ചിട്ട് ചോറ് ഇങ്ങനെ തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പം അത്രയും ഗ്യാസ് നമുക്ക് കുറച്ച് ആവശ്യം വരുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിനിടക്കല്ലേ നമുക്കിങ്ങനെ മീനെ കിട്ടിയത്. മീനെ കിട്ടിയാൽ പിന്നെ വിട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇതേ നമ്മൾ മീനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ആ കുഞ്ഞി കരിമീനിന് മീൻ കറി, കരിമീൻ പൊരിക്ക തേങ്ങാപ്പാല് പിഴിഞ്ഞൊരു കറി. അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാനാണ് പിന്നെ കുഞ്ഞു കരിമീൻ പൊരിക്കുന്ന ഞാൻ വറുക്കാനായിട്ട് മസാലയൊക്കെ ഇത് ഞാനിങ്ങനെ സുധുവിനെ കാണിച്ചു കൊടുക്കുമ്പോ സുധു പറയണേ ഇത് നാഗവല്ലി പറയാനോട്ടുണ്ടല്ലോ അമ്മേ, ഇത് പാലക്കാമാല, ഇതെന്നൊക്കെ പറയണ. പിന്നെ നമ്മുടെ മാന്തല് ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് മാന്തൽ ഇങ്ങനെ പച്ചക്കും വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം ദിവസം കേട്ടോ, ഒരാഴ്ച കൂടുതൽ നമുക്ക് കറിക്ക് വേണ്ട. നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ ആ പുളാനെ ഞാൻ തട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ടുണ്ട്. ചിക്കനെ മറ്റേ ഇതൊക്കെ എടുക്കണോണ്ട് ഡയറ്റ് ഒക്കെ എടുക്കണോണ്ട് ഒരു ഡയറ്റും ഇല്ല, ഭയങ്കര ഡയറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ അതേ അടുക്കളയിലെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ കുറെ പേർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ടൊരു സംശയം ഉണ്ടാവും. മുന്നൊക്കെ നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ശാന്തിക്കാരന്റെ വീട്ടിൽ ഇങ്ങനെ മീനൊക്കെ വെക്കുമെന്ന്. നമ്മൾ പണ്ട് മുതൽ തന്നെ തറവാട് വീടായതുകൊണ്ട് തന്നെ പണ്ട് മുതൽ തന്നെ ചെറുതിലെ തന്നെ ശാന്തിയായിട്ട് പോയതാണല്ലോ. അപ്പൊ പൂജാരിയായിട്ട് ചെറിയ ഇപ്പൊ ഗിരിശാന്തിയായിട്ടും അങ്ങനെ പോയതായതുകൊണ്ട് തന്നെ ചേട്ടൻ പണ്ട് മുതലേ കഴിക്കില്ല. പക്ഷെ ചേട്ടൻ പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത് തറവാട് വീടാണ്, അപ്പൊ നമ്മളെല്ലാ ഫുഡും ഇവിടെ ചെയ്യണം. അപ്പൊ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് നാളുകളിലൊന്നും ഞാനും കഴിക്കൂലായിരുന്നു. എനിക്കും അപ്പൊ ഒരാൾ കഴിക്കാനായിട്ട് എനിക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ എന്നോട് പറഞ്ഞു നീ കഴിക്കാതിരിക്കണ്ടായിരുന്നു വെച്ചാൽ നീ ഇത്രയും നാളും അത് ചെയ്തു വന്നിരുന്നാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും മാറ്റണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജനറേഷനോട് നമ്മൾ എപ്പോഴും വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ട് എന്നെ തീർച്ചയായിട്ടും എന്നോട് ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ടല്ല പോലെ ഈ ഒരു കാര്യത്തിൽ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി മേടിച്ചാട്ടാ. എന്നിട്ട് എന്നോട് നമ്മുടെ പള്ളത്തി മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അമ്മനോട് പറഞ്ഞു പള്ളത്തി മേടിക്കായിരുന്നില്ല, പള്ളത്തിയൊക്കെ നല്ലതല്ലേ, പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് വേണ്ടിയിട്ട് പച്ചക്കറി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതും ഞങ്ങളിവിടെ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ചേട്ടൻ കഴിക്കാറില്ല, ഞങ്ങൾ കഴിക്കണത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞങ്ങൾ കഴിക്കണം. അന്ന് വെച്ചാൽ എപ്പോഴും ഉണ്ടാവില്ല. ഇത് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇവിടെ മീൻ മേടിക്കണമെന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കാര്യം. അയ്യോ നാഗവല്ലി ഇറങ്ങിയേ ഇത് കാണുക. എന്റെ ഭിത്തിയിലൊക്കെ തെറിച്ച് ഇപ്പൊ തുടച്ചാണ്ട് ഇത് ഫുള്ള് ഇപ്പൊ ക്ലീൻ ചെയ്ത് ഇനി അച്ചിങ്ങടെ അച്ചിങ്ങ കൊടിക്കാൻ വെച്ച്
ഇനി കൂർക്ക കൂർക്ക കൂർക്കില്ല, കൂർക്ക് ഞാൻ നമ്മുടെ എടുത്ത് കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇനി എന്തായാലും കഴിക്കാൻ നേരത്തും കാണാം. പിന്നെ ഇനി സിനിമക്ക് പോകുമ്പോ ഞാൻ വീഡിയോ എടുക്കൂല, കഴിക്കാൻ നേരത്ത് കാണാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടെ. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാതെ കൊറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ. നമുക്ക് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമാവുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി ആവുമെന്ന് എപ്പോഴും തോന്നുന്നത് കൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. ഇനി നമുക്കിതേ നമ്മുടെ കൊച്ചു ബേബിയൊക്കെ വരാൻ പോകുന്നുണ്ട്. കൊച്ചു ബേബിയുടെയും എല്ലാ അപ്ഡേഷൻസും എണ്ണ തെറിച്ചപ്പോഴും ഞെട്ടിപ്പോയി. മൊത്തത്തില് ഇതേ അവിടെ ഇവിടെ ഒക്കെ തെറിച്ച്, പക്ഷെ പൊള്ളാൻ തന്നെയല്ല, ഇങ്ങനെ ചുറ്റിച്ചപ്പോഴേക്കേ. അപ്പൊ നമ്മുടെ കൊച്ചു ബേബിയൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ കൊച്ചു ബേബിയൊക്കെ വരുന്ന നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ ജഗപകേരിക്കുള്ളൂ. സുധപ്പന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആവാൻ പോണി, ഇനി ഒരു പരീക്ഷയും കൂടി ഉള്ളൂ. അപ്പൊ അതിന്റെയും കൂടിയൊക്കെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടാ. എനിക്ക് പിന്നെ ബിസിനസ് ലീലിങ്സ് ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കളിക്കാനൊക്കെ പോകണം. ബിസിനസ് ഡീലിങ്സ് ഞാൻ വിചാരിച്ചു ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത്, നല്ല കളി ബിസിനസ് ആണ്. ഇനി തുടങ്ങാൻ പോണല്ലേ പൂരം. 2 മാസം ബിസിനസ് 31-ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങി. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ സമയം അവിടെ എടുത്ത് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് വഴിയെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആഴ്ച 1, 2, 3 വീഡിയോ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ഇടും. എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താണ് നിങ്ങൾ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യണം. അതെ, നിങ്ങളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പൊളിക്കാം. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തട്ടെ. കൊച്ചു വീഡിയോ മീൻ വീഡിയോ മൊത്തത്തില് മീൻ മൊത്തത്തില് ജഗവക മീനായിരുന്നു. അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. സുധുബിന്റെ കൈ മാത്രം കാണുള്ളൂ. സുധുബിനെ